thing is that you have a vision, that you have a goal. Because without that vision and without that goal, again, you're drifting around and you're never going to... Visualizing myself very clearly as a lean athlete. ജയത്തിൽ നിന്നല്ല ശക്തി വരുന്നത്. നിങ്ങളുടെ പോരാട്ടങ്ങൾ നിങ്ങളുടെ ശക്തിയെ വികസിപ്പിക്കുന്നു. നിങ്ങൾ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോൾ കീഴടങ്ങേണ്ടതില്ലെന്ന് തീരുമാനിക്കുമ്പോഴാണ്. അതാണ് ശക്തി. ഓസ്ട്രേലിയയിലെ താലിൻ്റെ എളിയ തിരിവുകൾ മുതൽ ഹോളിവുഡിൻ്റെ തിളങ്ങുന്ന അവാർഡുകൾ, കാലിഫോർണിയയിലെ ക്യാപിറ്റോളിലെ ബഹുമാനപ്പെട്ട ഹാളുകൾ വരെ അർണോൾഡ് ഷ്വാസ്നെഗർ അഭിലാഷത്തിൻ്റെ ശക്തിയുടെ ജീവനുള്ള സാക്ഷ്യമായി മാറിയിരിക്കുന്നു. ബോഡി ബിൽഡർ, നടൻ, രാഷ്ട്രീയക്കാരൻ, അവൻ വിജയത്തിൻ്റെ ഒരു മനുഷ്യൻ മാത്രമല്ല, അവൻ മൂല്യമുള്ള ഒരു മനുഷ്യനാണ്. എന്നാൽ ഈ നിരന്തര വിജയത്തിൻ്റെ ഉറവിടം എന്താണ്? സ്വപ്നങ്ങളുള്ള ഒരു കുട്ടി എങ്ങനെയാണ് വിജയത്തിൻ്റെ ലോക പ്രശസ്ത ഐക്കൺ ആയത്? അർണോൾഡ് അസാധാരണമായ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയും ആകർഷണ നിയമം അവനെ സ്വപ്നങ്ങളിൽ നിന്ന് ഒന്നിലധികം ലോകങ്ങളുടെ പരകോടിയിലേക്ക് നയിച്ചതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഓസ്ട്രേലിയയിലെ താൽ എന്ന ചെറിയ ഗ്രാമത്തിൽ ഒരു ഇതിഹാസം പിറന്നു. 1947 ജൂലൈ 30 അർണോൾഡ് അലോയിസ് ഷ്വാസ്നെഗർ ലോകത്തേക്ക് പ്രവേശിച്ചു. ചെറുപ്പം മുതലേ അർണോൾഡ് ശാരീരിക പൂർണ്ണതയുടെ ആദർശത്താൽ ആകർഷിക്കപ്പെട്ടു. കേവലം 15-ാം വയസ്സിൽ ബോഡി ബിൽഡിങ്ങിനോട് തൻ്റെ അഭിനിവേശം അദ്ദേഹം കണ്ടെത്തി. കായിക രംഗത്തെ പുനർനിർവചിക്കുന്ന ഒരു പാതയിലേക്ക് അവനെ സജ്ജമാക്കി. അദ്ദേഹത്തിൻ്റെ സമർപ്പണം സമാനതകളില്ലാത്തതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാണ്. 20-ാം വയസ്സിൽ അദ്ദേഹം ഇതിനകം തന്നെ മിസ്റ്റർ യൂണിവേഴ്സ് പട്ടം നേടിയിരുന്നു. അങ്ങനെ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളായി മാറുകയും ചെയ്തു. വലിയ വെല്ലുവിളികളും വലിയൊരു ഘട്ടവും തേടി 1968 അർണോൾഡ് സമുദ്രം കടന്ന് അമേരിക്കയിലെത്തി. അവിടെയാണ് അവസരങ്ങളുടെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ നക്ഷത്രം ഉയർന്നു തുടങ്ങിയത്. കായിക രംഗത്തെ അദ്ദേഹത്തിൻ്റെ ആധിപത്യം സമാനതകളില്ലാത്തതായിരുന്നു. 7 മിസ്റ്റർ ഒളിമ്പ്യൻ ടൈറ്റിലുകൾ അദ്ദേഹത്തിൻ്റെ പേര് ചരിത്രത്തിൻ്റെ വാർഷികങ്ങളിൽ രേഖപ്പെടുത്തി. ഓരോ വിജയവും ആകർഷണ നിയമത്തിലും ദൃശ്യവൽക്കരണത്തിൻ്റെയും ശക്തിയിലും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും തെളിവാണ്. മനസ്സാണ് പരിധി. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന വസ്തുത മനസ്സിൽ വിഭാവനം ചെയ്യാൻ കഴിയുന്നിടത്തോളം നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. നിങ്ങൾ 100% വിശ്വസിക്കുന്നിടത്തോളം. അർണോൾഡ് ഷ്വാസ്നെഗർ. അർണോൾഡിൻ്റെ മാനസികാവസ്ഥയും ആകർഷണ നിയമത്തിലുള്ള വിശ്വാസവും അദ്ദേഹത്തിൻ്റെ ആദ്യകാല ബോഡി ബിൽഡിംഗ് ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് നിർണായകമായിരുന്നു. തീവ്രമായ ശ്രദ്ധയ്ക്കും തൻ്റെ ലക്ഷ്യങ്ങൾ വ്യക്തമായി കാണാനുള്ള കഴിവിനും അദ്ദേഹം പ്രശസ്തനായിരുന്നു. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഒരു നിർണായക ചുവടുവെപ്പായി സ്വയം സാക്ഷാത്കരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അർണോൾഡ് പലപ്പോഴും സംസാരിച്ചു. തൻ്റെ പരിശീലനവും പ്രകടനവും മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം മൈൻഡ്ഫുൾനെസ്, വിഷ്വലൈസേഷൻ ടെക്നിക്കുകൾ പരിശീലിച്ചു. താൻ ആഗ്രഹിക്കുന്ന ഫലങ്ങളുടെ വ്യക്തമായ മാനസിക ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ അവരുടെ അന്തിമ ഫലത്തിലേക്ക് ശക്തമായ വിശ്വാസം വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ദൃശ്യവൽക്കരണത്തിൻ്റെ ഈ സമ്പ്രദായം ഒരു ക്ഷണികമായ ചിന്തയല്ലായിരുന്നു. അതൊരു വിശദവും ആഴത്തിലുള്ളതുമായ അനുഭവമായിരുന്നു അദ്ദേഹത്തിന്. അർണോൾഡിൻ്റെ സമീപനം
തൻ്റെ മനസ്സിൻ്റെ കണ്ണിൽ ഇതിനകം തന്നെ തൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചതായി കാണുകയായിരുന്നു. അത് പിന്നീട് യാഥാർത്ഥ്യമായി. പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അനുഭവങ്ങൾ കൊണ്ടുവരുമെന്ന് സൂചിപ്പിക്കുന്ന ആകർഷണ നിയമത്തിൻ്റെ തത്വങ്ങളുമായി ഈ സാങ്കേതികവിദ്യ യോജിക്കുന്നു. അർണോൾഡിൻ്റെ സ്ഥിരതയുള്ള ദൃശ്യവൽക്കരണവും വിജയിക്കാനുള്ള തൻ്റെ കഴിവിലുള്ള അചഞ്ചലമായ വിശ്വാസവും വെറും തന്ത്രങ്ങൾ മാത്രമല്ല. ബോഡി ബിൽഡിങ്ങിലും അതിനപ്പുറവും അദ്ദേഹം നേടിയ നേട്ടങ്ങൾക്ക് അദ്ദേഹം അംഗീകാരം നൽകിയ ഒരു ജീവിത രീതിയായിരുന്നു അത്. രാഷ്ട്രീയ രംഗത്ത് ബോഡി ബിൽഡിങ്ങിലെയും ഹോളിവുഡിലെയും ഉയർച്ച പോലെ തന്നെയായിരുന്നു അർണോൾഡിൻ്റെ കയറ്റം. 2003 ചരിത്രപരമായ തിരഞ്ഞെടുപ്പിൽ കാലിഫോർണിയയുടെ 38ാമത് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഭരണത്തെ നയിക്കാനും നവീകരിക്കാനുമുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തു. കാലിഫോർണിയയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വ്യക്തമായിരുന്നു. സാമ്പത്തിക അഭിവൃദ്ധി, വിദ്യാഭ്യാസ പരിഷ്കരണം, പരിസ്ഥിതി നേതൃത്വം എന്നിവയിലൂടെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു സംസ്ഥാനം. അർണോൾഡിൻ്റെ ഭരണം സാമ്പത്തിക യാഥാർത്ഥ്യത്തിൻ്റെയും പുരോഗമനപരമായ സാമൂഹിക നയങ്ങളുടെയും സമന്വയത്താൽ അടയാളപ്പെടുത്തി. ആകർഷണ നിയമത്തിലുള്ള തൻ്റെ വിശ്വാസത്തിന് അനുസൃതമായി അർണോൾഡ് ഊർജ്ജസ്വലമായ ഒരു കാലിഫോർണിയയെ ദൃശ്യവൽക്കരിക്കുകയും വിജയവും വളർച്ചയും ആകർഷിക്കുന്ന നയങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തു. ഭരണത്തോടുള്ള അർണോൾഡിൻ്റെ സമീപനം നിയമങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല, മെച്ചപ്പെട്ട ഭാവിയിൽ വിശ്വസിക്കാൻ ഒരു സംസ്ഥാനത്തെ പ്രചോദിപ്പിക്കുക എന്നതായിരുന്നു. വ്യക്തമായ കാഴ്ചപ്പാടും പോസിറ്റീവ് ചിന്തയും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ബോധ്യം അദ്ദേഹത്തിൻ്റെ നേതൃത്വ ശൈലിയിലും പ്രതിഫലിപ്പിച്ചു. അർണോൾഡിൻ്റെ ബിസിനസ്സിനോടുള്ള മനോഭാവം അദ്ദേഹത്തിൻ്റെ ശരീരഘടന പോലെ വളരെ ശക്തമാണ്. ഇഷ്ടിക നിർമ്മാണം മുതൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം വരെ. അർണോൾഡ് തൻ്റെ ടെർമിനേറ്റർ പ്രശസ്തിക്ക് വളരെ മുമ്പ് തന്നെ 25 വയസ്സുള്ളപ്പോൾ അദ്ദേഹം കോടീശ്വരനായി. നിക്ഷേപ സ്ഥാപനങ്ങളും ആഗോള കായിക മേളയും ഉൾപ്പെടെ 100-ലധികം ബിസിനസ് സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ അദ്ദേഹത്തിൻ്റെ കരിയർ പോലെ തന്നെ വൈവിധ്യപൂർണമാണ്. എന്നാൽ അർണോൾഡിൻ്റെ വിജയം ഡോളറിൽ മാത്രമല്ല അളക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രയത്നങ്ങൾ തിരികെ നൽകാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയുടെ തെളിവാണ്. സമൂഹത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, ആരോഗ്യം, ശാരീരികക്ഷമത, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കുള്ള പിന്തുണയിൽ വ്യാപിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഓൺ സ്ക്രീൻ വ്യക്തിത്വത്തെ മറികടക്കുന്ന ഒരു ഔദാര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇതിലൂടെ അർണോൾഡ് ശ്രദ്ധേയമായ വ്യക്തിഗത വളർച്ച കാണിച്ചു. ആകർഷണ നിയമം സ്വീകരിച്ചുകൊണ്ട് പരാജയങ്ങളിൽ നിന്ന് പഠിക്കുകയും വിജയം ദൃശ്യവൽക്കരിക്കുകയും ചെയ്തു. ജീവിതത്തിൽ എല്ലാ വശങ്ങളിലും ഈ തത്വചിന്ത സ്ഥിരമായി പ്രയോഗിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ ദൃശ്യവൽക്കരിക്കുക എന്നതാണ് പ്രധാനം. നിങ്ങൾക്ക് അത് അനുഭവപ്പെടണം. നിങ്ങൾ അത് വ്യക്തമായി കാണണം. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുക. നിങ്ങളത് നേടും. കാരണം നിങ്ങൾക്ക് കാണാനും വിശ്വസിക്കാനും കഴിയുന്നത് നിങ്ങൾക്ക് നേടാനാകും. അർണോൾഡിൻ്റെ വാക്കുകൾ. അർണോൾഡ് ബോഡി ബിൽഡിംഗ്, സിനിമ, രാഷ്ട്രീയം എന്നിവയുടെ മേഖലകളെ മറികടക്കുന്ന സ്വപ്നങ്ങളുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ശക്തിയുടെ ഒരു മാതൃകയായി അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നു. കേവലം 20-ാം വയസ്സിൽ മിസ്റ്റർ യൂണിവേഴ്സ് പട്ടം നേടുകയും
7 തവണ മിസ്റ്റർ ഒളിമ്പിയ കിരീടം നേടുകയും ചെയ്തു. ബോഡി ബിൽഡിങ്ങിലെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം സ്മാരകമാണ്. അദ്ദേഹം കായിക രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു, അതിനെ ഒരു ആഗോള പ്രതിഭാസമാക്കി മാറ്റുകയും എണ്ണമറ്റ വ്യക്തികളെ അവരുടെ ശരീരഘടനയും ജീവിതവും മാറ്റാൻ പ്രചോദിപ്പിക്കുകയും ചെയ്തു. സിനിമയിൽ ഒരുപാട് ഐതിഹാസിക ചിത്രങ്ങളിലെ വേഷങ്ങൾ അർണോൾഡിനെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് നയിച്ചു. ബോഡി ബിൽഡറിൽ നിന്ന് ഹോളിവുഡ് എ-ലിസ്റ്റിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മാറ്റം വൈവിധ്യമാർന്ന മേഖലകൾ കീഴടക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വൈവിധ്യവും കഴിവും പ്രകടനമാക്കി. തടസ്സങ്ങൾ ഭേദിക്കാനും അവരുടെ സിനിമാ അഭിലാഷങ്ങളെ പിന്തുടരാനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. അർണോൾഡ് ആകർഷണ നിയമം ഉൾക്കൊള്ളുന്നു. വ്യക്തമായ കാഴ്ചപ്പാടും അചഞ്ചലമായ വിശ്വാസവും ഉണ്ടെങ്കിൽ ഒന്നിലധികം ഡൊമൈനുകളിൽ ഒരാൾക്ക് വിജയം ആകർഷിക്കാൻ കഴിയുമെന്ന ആശയത്തിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹം തൻ്റെ ലക്ഷ്യങ്ങൾ ദൃശ്യവൽക്കരിക്കുകയും അവയ്ക്കായി അശ്രാന്തമായി പ്രവർത്തിക്കുകയും തൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ആകർഷണ നിയമം പ്രയോജനപ്പെടുത്താൻ അർണോൾഡിൻ്റെ യാത്ര നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക, നിങ്ങളുടെ വിജയം ദൃശ്യവൽക്കരിക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി നടപടിയെടുക്കുക. ഓർക്കുക, പ്രപഞ്ചം ധീരവും സ്ഥിരവുമായി ഒത്തുചേരുന്നു. ഈ നിയമം സ്വീകരിക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾക്കും അപ്പുറമുള്ള ഒരു യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താൻ കഴിയും.